ഹലോ കൂട്ടുകാരെ, ദേ നോക്കിക്കേ, എനിക്ക് ചുറ്റും എന്തോരം ജീവികളാണ്. ഈ ജീവികളൊക്കെ എവിടെയാ ജീവിക്കുന്നത് നിങ്ങൾക്കറിയാമോ? വെള്ളത്തിൽ. വെള്ളത്തിൽ ജീവിക്കുന്ന ജീവികളെ കാണാൻ നമ്മൾ അക്വാറിയത്തിൽ പോകണം. അവിടെ കുറേ മീനുകളുണ്ട്, ഞണ്ടുകളുണ്ട്, നീരാളികളുണ്ട്. നല്ല രസമാണ് അക്വാറിയത്തിൽ പോകാൻ. നമുക്ക് വെള്ളത്തിൽ ജീവിക്കുന്ന കുറെ ജീവികളെ കണ്ടാലോ? ദേ നോക്കിക്കേ, ഇത് ഏത് ജീവിയാ നിങ്ങൾക്കറിയാലോ? ഏത് ജീവിയാ പറഞ്ഞേ? മീൻ. ഈ മീനെ കണ്ടോ നിങ്ങള്? നല്ല രസമല്ലേ മീനെ കാണാൻ? മീനുകൾക്ക് വെള്ളത്തിൽ മാത്രമേ ജീവിക്കാൻ പറ്റുള്ളൂ. മീൻ എങ്ങനെയാ വെള്ളത്തിൽ കൂടെ പോകുന്നത്? ഗുളു 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 ഗുളു. എങ്ങനെയാ മീൻ പോകുന്നത്? എന്റെ കൂടെ കാണിച്ചേ. ഗുളു 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 ഗുളു. ഒരുപാട് നിറത്തിലുള്ള പല തരത്തിലുള്ള മീനുകളുണ്ട്. ദേ ഈ മീനെ കണ്ടോ? ഈ മീനിന്റെ നിറം എന്താന്ന് നിങ്ങൾക്കറിയാമോ? ഈ മീനിന് ചുവപ്പ് നിറമാണുള്ളത്. ദാ നോക്കിക്കേ, ഇതെത്ര മീനുകളുണ്ട്? 1, 2. ഈ 2 മീനുകൾക്കും പച്ച നിറമാണ്. പച്ച. ഈ മീനുകളുടെ നിറം എന്താണെന്നറിയാമോ നിങ്ങൾക്ക്? നീല. ഈ നീല നിറത്തിലുള്ള എത്ര മീനുകളുണ്ട്? 1, 2, 3. 3 മീനുകളുണ്ട്. ദാ ഈ മീനുകൾക്ക് മഞ്ഞ നിറമാണുള്ളത്. മഞ്ഞ. ഈ മഞ്ഞ നിറത്തിലുള്ള മീനുകൾ എത്ര എണ്ണം ഉണ്ടെന്ന് പറഞ്ഞേ? 1, 2, 3, 4. 4 മഞ്ഞ മീനുകളുണ്ട്. 1 മീൻ പോയി, 2 മീൻ പോയി, 3 മീൻ പോയി, 4 മീൻ പോയി, 5 മീനെ പിടിച്ചേ. എന്റെ വീട്ടിൽ കുളമുണ്ട്, കുളത്തിൽ 5 മീനുണ്ട്. 1 മീൻ പോയി ബുളു, 2 മീൻ പോയി ബുളു ബുളു, 3 മീൻ പോയി ബുളു ബുളു ബുളു, 4 മീൻ പോയി ബുളു 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 ബുളു, 5 മീൻ പോയപ്പോൾ ബുളു 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 ബുളു. ഇതാരാ നോക്കിക്കേ? ആഹാ, ഇത് കടൽ കുതിരയാണല്ലോ. വാവ്, നിങ്ങൾ കടൽ കുതിര കണ്ടിട്ടുണ്ടോ? നോക്ക്, എന്ത് ഭംഗിയാ കടൽ കുതിരയെ കാണാൻ. അത് പോകുന്നത് നോക്കിക്കേ. കടൽ കുതിര. കടൽ കുതിര. സീ ഹോഴ്സ്. സീ ഹോഴ്സ്. ദേ, എന്റെ കയ്യിൽ ഒരു കടൽ കുതിരയുടെ പാവയുണ്ടല്ലോ. നോക്ക്, നിങ്ങളുടെ കയ്യിലുണ്ടോ കടൽ കുതിരയുടെ പാവ? നോക്ക്, കുഞ്ഞു പാവ. എത്ര ചെറുതാണിത്. കടൽ കുതിരയെ നോക്കിക്ക്. ഹലോ ഹലോ. നിങ്ങൾ ഈ പടം കണ്ടോ? ഈ പടത്തിൽ കുറെ മീനുകളുണ്ട് അല്ലേ? ഇതിലേതാ കടൽ കുതിരയെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ദേ ഇതാണ് കടൽ കുതിര. ദേ ഇതാരാന്ന് കണ്ടോ നിങ്ങള്? ഇതാരാന്ന് നിങ്ങൾക്ക് അറിയാമോ? കണ്ടിട്ട് ആമയെ പോലെ ഉണ്ട് അല്ലേ? പക്ഷെ ഈ ആമ വെള്ളത്തിലാണല്ലോ. ഇതാണ് കടലാമ, സീ ടേർട്ടിൽ. കടലാമ കരയിൽ വന്ന് കുറേ മുട്ടകളിടും. ആ മുട്ടകൾ വിരിഞ്ഞ് നല്ല ക്യൂട്ടായിട്ടുള്ള ആമ കുഞ്ഞുങ്ങൾ വെളിയിൽ വരും. ദേ ഇതുപോലെ. ദേ കടലാമ നീന്തുന്നത് കണ്ടോ നിങ്ങള്? നമുക്ക് കടലാമയെ പോലെ നീന്തിയാലോ? എല്ലാരും എന്റെ കൂടെ നീന്തിക്കോ. നീന്തി 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 നീന്തി. എന്റെ കൂടെ നീന്തിക്ക്, എല്ലാരും നീന്തിക്ക്. കടലാമയെ പോലെ നീന്താം നമുക്ക്. നീന്തി 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 പോകാം. ആ
നോക്കിക്ക് എന്ത് ഭംഗിയല്ലേ കാണാൻ. ഇതാണ് ജെല്ലി ഫിഷ്. നല്ല രസമല്ലേ ജെല്ലി ഫിഷിനെ കാണാൻ. ഹായ്. ചില ജെല്ലി ഫിഷിന് ഇരുട്ടിൽ തിളങ്ങാൻ പറ്റും. ഈ ജെല്ലി ഫിഷിന്റെ ശരീരം കണ്ടോ നിങ്ങള്? ഒരു കുട പോലെയല്ലേ ഇരിക്കുന്നത്. ജെല്ലി ഫിഷിന് കണ്ണുമില്ല, ചെവിയുമില്ല, തലച്ചോറുമില്ല. ജെല്ലി ഫിഷിന് കാല് പോലെ കുറെ ടെന്റക്കിൾസ് ഉണ്ട്. നമ്മൾ ജെല്ലി ഫിഷിനെ തൊടാൻ പോയി കഴിഞ്ഞാൽ ആ കാല് പോലെയുള്ള ടെന്റക്കിൾസ് വെച്ച് ജെല്ലി ഫിഷ് നമ്മളെ കുത്തും ഇങ്ങനെ. നോക്കി, അതാണ് നക്ഷത്ര മത്സ്യം. നിങ്ങൾ നക്ഷത്ര മത്സ്യത്തെ കണ്ടിട്ടുണ്ടോ? നക്ഷത്ര മത്സ്യം, സ്റ്റാർ ഫിഷ്. സ്റ്റാർ ഫിഷ്. ഇത് കണ്ടോ? എന്റെ കയ്യില് നക്ഷത്ര മത്സ്യമുണ്ട്. ചെറിയ നക്ഷത്ര മത്സ്യം. ആഹാ. ഇതിന് നക്ഷത്രത്തിന്റെ രൂപം ഉള്ളത് കൊണ്ടാണ് ഇതിനെ നക്ഷത്ര മത്സ്യം എന്ന് വിളിക്കുന്നത്. നക്ഷത്രം നമ്മൾ എവിടെയാ കാണുന്നത്? ആകാശത്ത്. നക്ഷത്രം നമുക്ക് രാത്രിയിൽ ആകാശത്ത് കാണാൻ പറ്റും. നിങ്ങൾ പറയണ അമ്മേ, അച്ഛാ, എനിക്ക് നക്ഷത്രം കാണിച്ചു തരണം, എനിക്ക് നക്ഷത്രം കാണണം. അപ്പൊ നമുക്ക് രാത്രിയിൽ ആകാശത്ത് നക്ഷത്രം കാണാം. കുറെ 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 നക്ഷത്രങ്ങൾ. നോക്കി, ആ നക്ഷത്രത്തിന്റെ രൂപമുള്ളത് കൊണ്ടാണ് ഇതിനെ നക്ഷത്ര മത്സ്യം എന്ന് വിളിക്കുന്നത്. പക്ഷേ ഈ മത്സ്യം എവിടെയാ ഉള്ളത്? കടലിൽ. വെള്ളത്തിലാണ് നക്ഷത്ര മത്സ്യം ജീവിക്കുന്നത്. Daddy fish, where are you? Here I am, how do you do? Mommy fish, where are you? Here I am, how do you do? Brother fish, where are you? Here I am, how do you do? Sister fish, where are you? Here I am, how do you do? Baby fish, where are you? Here I am, how do you do? ഇതാരാ ഈ നീന്തി പോകുന്നത്? ഇത് കണ്ടോ? ഇതാരാ ഈ നീന്തി പോകുന്നത്? ഇതാണ് തെരണ്ടി, സ്റ്റിംഗ്റേ. സ്റ്റിംഗ്റേ എന്താ ചെയ്യുന്നത് നിങ്ങൾക്കറിയാമോ? ഈ വലിയ വലിയ മീനുകളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി സ്റ്റിംഗ്റേ മണ്ണിന്റെ അടിയിൽ ഒളിച്ചിരിക്കും. ദാ ഇങ്ങനെ ഒളിച്ചേ കണ്ടേ, ഒളിച്ചേ കണ്ടേ. ഈ സ്റ്റിംഗ്റേക്ക് കണ്ണുകൾ മാത്രമേ മുകളിലുള്ളൂ. കണ്ടോ? സ്റ്റിംഗ്റേയുടെ മൂക്കും വായും ശരീരത്തിന് താഴെയാ ഉള്ളത്. അപ്പൊ എന്താ പറ്റുക? സ്റ്റിംഗ്റേ എന്തുവാ കഴിക്കുന്നതെന്ന് സ്റ്റിംഗ്റേക്ക് കാണാൻ പറ്റൂല. എന്ന് പറഞ്ഞ് കഴിച്ചോണ്ടിരിക്കാനേ പറ്റുള്ളൂ. ഇതാരായി നടക്കുന്നത്? ഇതാണ് ഞണ്ട്. ഞണ്ട് നടക്കുന്നത് നിങ്ങൾ കണ്ടോ? ഞണ്ടുകൾക്ക് ഒരു തോടുണ്ട്. ആ തോടിന്റെ അകത്താണ് ഞണ്ടുകളുടെ ശരീരം. ഞണ്ടുകൾക്ക് 8 കാലുകളും 2 കൈകളുമാണ് ഉള്ളത്. ഞണ്ടുകൾ എങ്ങനെയാ നടക്കുന്നത് നിങ്ങൾക്കറിയാമോ? ദാ 2 വശത്തോട്ടും. നമ്മൾ എങ്ങനെയാ നടക്കുന്നത്? മുന്നോട്ട് അല്ലേ? പക്ഷെ ഞണ്ടുകള് 2 വശത്തോട്ടാണ് നടക്കുന്നത്. നമുക്ക് ഞണ്ടുകൾ നടക്കുന്ന നടന്നാലോ? വാ, നമുക്ക് ഞണ്ടുകൾ നടക്കാം. ടക് 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 ടക്. ഹായ്. ആഹാ, ഇതാരാന്ന് നോക്കിക്കേ. ഇതാണ് പെൻഗ്വിൻ.
വാവ്! പെൻഗ്വിൻ എങ്ങനെയാ ചാടി ചാടി നടക്കുന്നേ? ഇങ്ങനെയാണ് പെൻഗ്വിൻ നടക്കുന്നത്. എന്റെ കൂടെ നടന്നേ. പെൻഗ്വിൻ എങ്ങനെയാ നടക്കുന്നത്? ദാ നോക്കി, ഇതാണ് പെൻഗ്വിൻ. എത്ര പെൻഗ്വിൻ ഉണ്ടെന്ന് എണ്ണാമോ? ആഹാ, കുറെ ഉണ്ടല്ലോ. പെൻഗ്വിന് കളർ എന്താ നോക്കിയേ? വെള്ളയും കറുപ്പും. പെൻഗ്വിന് വെള്ളയും കറുപ്പും നിറങ്ങളാണ്. ഈ പെൻഗ്വിനെ നോക്കിക്കോ, ഇവന് തൊപ്പിയുണ്ടല്ലോ. നിങ്ങൾക്ക് തൊപ്പിയുണ്ടോ? നോക്കി, പെൻഗ്വിന് തലയിൽ തൊപ്പി വെച്ചേക്കുന്ന നോക്കിക്ക്. ഇത് പെൻഗ്വിന്റെ തൊപ്പിയാണ്. ഇതെന്താ? തൊപ്പി. ആഹാ, ഇതെന്തുവാ? പെൻഗ്വിന് കഴുത്തിൽ ഷോളൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ. നിങ്ങൾക്ക് ഷോൾ ഉണ്ടോ? ദേ നോക്കിക്കേ, എന്ത് വലിയ മീനല്ലേ. ഇതൊരു സ്രാവാണ്, ഷാർക്ക്. സ്രാവിന് ഭയങ്കര കേൾവി ശക്തിയാ. നമ്മൾ എങ്ങനെയാ കേൾക്കുന്നത്? ചെവി വെച്ച്. പക്ഷെ സ്രാവിന്റെ ചെവി ഉണ്ടല്ലോ, തലയ്ക്കകത്താ ഉള്ളത്. എന്നാലും സ്രാവിന് ഭയങ്കര കേൾവി ശക്തിയാ. സ്രാവേ 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 ഞണ്ടേ 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 മീനെ 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 സ്രാവേ 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 ഇതാരാണ്? ഇതാണ് നീരാളി. ഇതാരാണ്? നീരാളി. പറഞ്ഞേ, നീരാളി. നിങ്ങൾ നീരാളി കണ്ടിട്ടുണ്ടോ? ദാ നോക്കി, നീരാളിക്ക് 2 കണ്ണ് കണ്ടോ? നീരാളി വളരെ സങ്കടത്തിലാണല്ലോ. നീരാളിയുടെ ചുണ്ട് കണ്ടില്ലേ? സങ്കടപ്പെട്ടിരിക്കുന്നു. നീരാളി വളരെ സങ്കടത്തിലാണല്ലോ. ഒന്ന് ചിരിച്ചേന്ന് പറഞ്ഞേ. ചിരിച്ചേന്ന് പറഞ്ഞാൽ നീരാളി ചിരിക്കും. നിങ്ങൾ പറഞ്ഞേ, ചിരിച്ചേ. എന്റെ കൂടെ പറ, ഉറക്കെ പറ, ഉറക്കെ. ചിരിച്ചേ നീരാളി. നീരാളി ഹാപ്പിയായി. സന്തോഷത്തോടെ ഇരിക്കുന്ന കണ്ടോ? ചിരിക്കുന്ന കണ്ടോ നീരാളി? നിങ്ങൾ ചിരിച്ചെന്ന് പറഞ്ഞപ്പോ നീരാളി ചിരിച്ചു. ഹേ, നീരാളി, ഒക്ടോപസ്, ഒക്ടോപസ്. ഇത് നോക്കിക്കേ. ഇപ്പൊ എന്റെ കയ്യില് 2 നീരാളിയുണ്ട്. 1, 2. ഈ നീരാളി എത്ര വലുതാണ്? ഇത് നോക്കിക്കേ, ചെറിയ നീരാളി. ചെറിയ നീരാളിയാണോ ഇത്? ബേബി നീരാളിയാണോ? കുഞ്ഞാണോ നീ? ചെറിയ നീരാളി, ഇത് വലിയ നീരാളി. ഇതിലേതാ ചെറിയ നീരാളി? ഇത് ചെറിയ നീരാളി. വലിയ നീരാളി എവിടെ? വലുത്. ഇതില് വലിയ നീരാളി, ചെറിയ നീരാളി. വലുതുണ്ട്, ചെറുതുണ്ട്. ഒരു ശബ്ദം കേട്ടോ നിങ്ങള്? ഇത് ആരുടെ ശബ്ദമാ നിനക്കറിയാമോ? ഇതൊരു നീല തിമിംഗലത്തിന്റെ ശബ്ദമാണ്. ഒരു ബ്ലൂ വെയിലിന്റെ ശബ്ദം. ബ്ലൂ വെയിലാണ് ലോകത്തിലെ ഏറ്റവും വലിയ ജീവി. ബ്ലൂ വെയിൽ എത്ര വലുതാന്ന് നോക്കിക്കേ. ബ്ലൂ വെയിലിന്റെ ശരീരത്തിന്റെ മുകളിലായിട്ട് ബ്ലൂ വെയിലിന് ശ്വസിക്കാൻ ഒരു മൂക്കുണ്ട്. ഈ ബ്ലൂ വെയിൽ ബാക്കിയുള്ള മീനുകളെ പോലെ മുട്ടയിടുകയല്ല ചെയ്യുന്നത്. ബ്ലൂ വെയിൽ കുഞ്ഞുങ്ങളെ പ്രസവിക്കുവാണ് ചെയ്യുന്നത്. ബ്ലൂ വെയിലിനെ കാണാൻ നമ്മൾ ഉൾക്കടലിൽ പോകണം.
ഇതാരാ നിങ്ങൾക്കറിയാമോ? ഇവർക്ക് ഭയങ്കര ബുദ്ധിയാ. ഇതാണ് ഡോൾഫിൻ. ഡോൾഫിനെ നമ്മൾ കടൽ പന്നി എന്നും വിളിക്കും. ഡോൾഫിന് ഭയങ്കര ബുദ്ധിയാ. ഡോൾഫിന് മനുഷ്യരെ ഒത്തിരി ഇഷ്ടമാ. നമ്മുടെ കൂട്ടുകാരനാണ് ഡോൾഫിൻ. ഡോൾഫിന് ബോൾ വെച്ച് കളിക്കാനും ഡാൻസ് കളിക്കാനും ഒക്കെ ഒത്തിരി ഇഷ്ടമാ. നിങ്ങൾ ഡോൾഫിനെ കണ്ടിട്ടുണ്ടോ? ഡോൾഫിൻ വെള്ളത്തിൽ നിന്ന് വെളി വന്നാ ശ്വസിക്കുന്നത്. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഡോൾഫിൻ ഇങ്ങനെ ചാടുന്നത് നമുക്ക് കാണാൻ പറ്റും. നമുക്ക് ഡോൾഫിൻ ചാടുന്ന കണക്ക് ചാടിയാലോ? ദാ ഇങ്ങനെ. പ്ലോപ്പ്. എങ്ങനെയാ ഡോൾഫിൻ ചാടുന്നത്? പ്ലോപ്പ് പ്ലോപ്പ് പ്ലോപ്പ്. ദേ നോക്കിക്കേ, ഇത് കണ്ടോ? ഡോൾഫിൻ ബോൾ വെച്ച് കളിക്കുന്നു. നല്ല രസമുണ്ടല്ലേ ഡോൾഫിൻ ബോൾ വെച്ച് കളിക്കുന്നത് കാണാൻ? നമുക്കും ഡോൾഫിൻ ബോൾ വെച്ച് കളിക്കുന്ന കണക്ക് കളിച്ചു നോക്കിയാലോ? ദേ എന്റെ കയ്യിൽ ഒരു ബോൾ ഉണ്ട്. നമുക്ക് ഈ ബോൾ ഡോൾഫിൻ ചെയ്യുന്ന കണക്ക് തലയിൽ വെച്ച് നോക്കിയാലോ? അയ്യോ! ആവതിന്നത് ഒരു സ്രാവ, ഈവതിന്നത് ഒരു മീന. ആവതിന്നത് ഒരു സ്രാവ, ഈവതിന്നത് ഒരു മീന. സ്രാവും മീനും അടുത്തിങ്ങനെ, സ്രാവും മീനും അടുത്തിങ്ങനെ. സ്രാവിനുണ്ടോ പേടി, മീനുണ്ടോ പേടി? ആർക്കുമില്ലൊരു പേടി. മീൻ താഴെ പോയി, സ്രാവ് മേലെ പോയി. മീൻ താഴെ പോയി, സ്രാവ് മേലെ പോയി. ദേ ഇത് കണ്ടോ നിങ്ങള്? ഞണ്ട് നീരാളി, ഞണ്ട് നീരാളി, ഞണ്ട്. ഇനി അടുത്ത വരുന്നത് ആരാ? നീരാളി. ഒന്നെന്ന് ചൊല്ലുമ്പോൾ ഒന്നിച്ചു നിൽക്കണം. രണ്ടെന്ന് ചൊല്ലുമ്പോൾ ഇത് കയ്യം പൊക്കണം. മൂന്നെന്ന് ചൊല്ലുമ്പോൾ മുക്കിൽ പിടിക്കണം. നാലെന്ന് ചൊല്ലുമ്പോൾ നക്കൊന്നു കാട്ടണം. അഞ്ചെന്ന് ചൊല്ലുമ്പോൾ ബെഞ്ചിലിരിക്കണം. ആറെന്ന് ചൊല്ലുമ്പോൾ കൈകാൽ കുലുക്കണം. ഏഴെന്ന് ചൊല്ലുമ്പോൾ എഴുന്നേറ്റ് നിൽക്കണം. എട്ടെന്ന് ചൊല്ലുമ്പോൾ പെട്ടെന്നിരിക്കണം. ഒൻപതെന്ന് ചൊല്ലുമ്പോൾ പൊട്ടിച്ചിരിക്കണം. പത്തെന്ന് ചൊല്ലുമ്പോൾ 10 വട്ടം കൊട്ടണം. 1 2 3 4 5 6 7 8 9 10.